മഴ തോരും മുമ്പേല് അലീനയുടെ മുൻപിൽ ഒടുവിൽ തല കുനിക്കുകയാണ് പൗലോസ് എന്ന് കാണാനായിട്ട് കഴിയും. സാധിക്കും. പൗലോസ് വിചാരിക്കുന്നുണ്ട് സ്റ്റാൻലി, അതായത് കേണൽ സാബ് തന്നെ രക്ഷിക്കും, അലീനയുടെ വാക്കൊന്നും കേൾക്കില്ല, കേണൽ സാബാണെങ്കിൽ തന്നെ പുറത്താക്കില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൗലോസ് ഈ കളി കളിക്കുന്നത് കേട്ടോ. പക്ഷേ കേണൽ സാബ് തീരുമാനം മാറ്റുമെന്ന് പൗലോസ് ചിന്തിക്കുന്നില്ല. ഒടുവിൽ അലീനയുടെ കണ്ണീരിന് മുൻപിൽ കേണൽ, അതായത് സ്റ്റാൻലി, അലീനയുടെ പപ്പ, തീരുമാനം മാറ്റുന്ന ആ സമയം പൗലോസ് പെട്ടുപോവുകയാണ്. തൻ്റെ മകൾക്ക് നിന്നെപ്പോലെ ഒരു ജോലിക്കാരനെ ഇവിടെ ആവശ്യമില്ല എങ്കിൽ നീ എന്തായാലും പോയേ മതിയാവുകയുള്ളൂ പൗലോസേ എന്ന് സ്റ്റാൻലി പൗലോസിനോട് പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ പൗലോസാണെങ്കിൽ, സാബ് എന്നെ പറഞ്ഞു വിടല്ലേ സാബ്, ഞാൻ മാഡം, അതായത് കുഞ്ഞ് പറയുന്ന മാതിരി നിന്നോളാം എന്നൊക്കെ പറയുമ്പോൾ നിനക്കെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറാൻ പറ്റുന്നടാ പൗലോസേ എന്ന് ചോദിക്കുന്നു. സ്റ്റാൻലി ചോദിക്കുന്നു കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, പൗലോസേട്ടാ, ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, മര്യാദയ്ക്ക് എൻ്റെ വാക്ക് കേൾക്കുന്നതാണ് ശരിയെന്ന്. അപ്പോൾ പൗലോസേട്ടന് എൻ്റെ വാക്ക് കേൾക്കാനായിട്ട് കഴിയില്ല, സാധിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നു. ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല പൗലോസേട്ടനെ നിയന്ത്രിക്കാനായിട്ട്. പൗലോസേട്ടനൊരു അഹങ്കാരമുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും കേണൽ സാബ് തൻ്റെ വാക്ക് കേൾക്കില്ല എന്നും നിങ്ങൾക്ക് തോന്നിയ മാതിരി വിട്ടു തരുമെന്നും അത് വെറും തോന്നൽ മാത്രമാണ്. ഇനി നിങ്ങളുടെ ഒരു വിളച്ചിലും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. ഇനി കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് ഞാനാണെന്ന് പറയുന്നു. പൗലോസേട്ടന് ഒരവസരം കൂടി നൽകാമെന്നും അലീന പറഞ്ഞു വയ്ക്കുകയാണ്. മര്യാദയ്ക്ക് ജോലി ചെയ്യുകയാണെങ്കിൽ എന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് എല്ലാവരോടുമായിട്ട് അലീന പറഞ്ഞു വയ്ക്കുമ്പോൾ പൗലോസ് അലീനയുടെ മുൻപിൽ തല കുനിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.